പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്ത് എല്ലാവരെയും അഭിസംബോധനയെ കർത്താവിരിക്കുക. എല്ലാ അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വ്യസനത്തോടെയുള്ള പ്രാർത്ഥന, ഹൃദയം നുറുക്കത്തോടെയുള്ള പ്രാർത്ഥന വളരെ വിടുതലുകളും ദൈവപ്രവർത്തികളും വെളിപ്പെടുവാനിടയായി തീരും. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. വളരെ പരിചിതമുള്ള ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. എബേസ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. എബേസ് പ്രാർത്ഥിച്ച തൻ്റെ പ്രാർത്ഥന, യഹോവയുടെ സന്നിധിയിൽ താൻ അപേക്ഷിച്ച തൻ്റെ അപേക്ഷ യഹോവയായ ദൈവം അവന് നൽകി എന്ന തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നാം അപേക്ഷിക്കുന്ന നമ്മുടെ അപേക്ഷ, നമ്മുടെ പ്രാർത്ഥന സർവശക്തിയുള്ള ദൈവം നമുക്ക് നൽകിത്തരുവാനിടയായിത്തീരും. നിശ്ചയമായി 2025 ഈ പ്രാരംഭ സമയങ്ങളിൽ, പ്രാരംഭ മാസത്തിൽ നാം കഴിഞ്ഞ നാളുകളിൽ അപേക്ഷിച്ച, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കകത്ത് വലിയ മറുപടികൾ വെളിപ്പെടും. പ്രാർത്ഥനയിൽ തുടരുക. ദൈവത്തിന് സ്തോത്രം. എബേസിൻ്റെ പ്രാർത്ഥന, നീ എന്നെ എന്ത് ചെയ്യണം? അനുഗ്രഹിച്ച് എൻ്റെ അതിരൊന്ന് വിസ്താരമാക്കണം. എന്താണ് എബേസ് ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം? തൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള കാരണങ്ങൾ 4-ാം അധ്യായം 9-ാമത്തെ വേദഭാഗം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു. അപ്പം അവൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അമ്മ പറഞ്ഞ പദമാണ് വ്യസനത്തോടെ പ്രസവിച്ചു. തനിക്ക് ജന്മം കൊടുത്ത തൻ്റെ അമ്മ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചതുകൊണ്ട് അവന് എബേസ് എന്ന് പേരുള്ളു. എന്ന് പറഞ്ഞാൽ ഒരു വ്യസന പുത്രൻ എന്ന് പേര് കൊടുക്കുവാനിടയായിത്തീരും. കർത്താവിന് സ്തോത്രം. തൻ്റെ പ്രാർത്ഥനയുടെ ആത്യന്തികമായ ആവശ്യകത എന്ന് പറഞ്ഞാൽ, താൻ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ, തൻ്റെ ഹൃദയത്തിൽ നിന്ന് താൻ ആഗ്രഹിച്ച വിഷയമെന്ന് പറഞ്ഞാൽ, എന്നെ ജനിപ്പിച്ച എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒരു വ്യസന പുത്രനാണ്, വേദനിപ്പിക്കുന്ന പുത്രനാണ് എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ എബേസ് പ്രാർത്ഥിക്കുക, നീ എന്നെ അനുഗ്രഹിക്കണം ദൈവമേ. മറ്റുള്ളവർ പറഞ്ഞതിനെ തിരുത്തി പറയാൻ, മറ്റുള്ളവർ പറഞ്ഞ വിഷയങ്ങൾക്കകത്ത് അടുത്തൊരു തീരുമാനമുണ്ടാകാൻ നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. എന്നിട്ട് നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിശാലമാക്കുവാനിടയായിത്തീരണം. എബേസ് പ്രാർത്ഥിക്കുന്ന 1-ാമത്തെ പ്രാർത്ഥനയാണ്, നീ എന്നെ അനുഗ്രഹിച്ച് അതിര് വിസ്താരമാക്കണം. 2, നീ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നപേക്ഷിച്ചു. അപ്പോൾ എബേസിൻ്റെ പ്രാർത്ഥനയുടെ വിഷയമെന്ന് പറഞ്ഞാൽ, അമ്മ പറഞ്ഞു, പ്രസവിച്ച സമയത്ത് വ്യസനമുണ്ടായതുകൊണ്ട് നീ ഒരു വ്യസനപുത്രനാണ്, അതുകൊണ്ട് എബേസ് എന്ന് പേരിട്ടു. അപ്പോൾ എബേസിനറിയാം, തൻ്റെ കുടുംബത്തിനകത്ത്, തനിക്കും മറ്റുള്ളവരിലകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നിശ്ചയമായി അത് എൻ്റെ കാരണത്താൽ ആകുമെന്ന് പറയുമെന്ന് എബേസ് ഒരു പക്ഷെങ്കിൽ ചിന്തിച്ചു കാണും. എബേസിൻ്റെ പ്രാർത്ഥനയിൽ താൻ ആഗ്രഹിച്ച വിഷയം അതുള്ളൂ. അതെ, അനർത്ഥമൊക്കെയും വ്യസന കാരണമായി തീരാൻ കാര്യമുണ്ട്. പലരും എന്നെ വിരൽ ചൂണ്ടിയേക്കാം, പലരും പറഞ്ഞേക്കാം, നീ കാരണമാണ്, നീയാണ് ഇതിന് വിഷയം എന്നൊക്കെ എന്നെ വിരൽ ചൂണ്ടാൻ കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ താൻ ഉയർത്തുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിശാലപ്പെടുത്തണം. 2,
അനർത്ഥം വ്യസനത്തിന് കാരണമാകാതിരുന്നാൽ കൊള്ളാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിക്കുമ്പോൾ ഈ ഛദ്രയൊക്കെ വിരൽ ചൂണ്ടി പലരും പറയാറില്ലേ, നീ ഈ കുടുംബത്തിലുള്ളത് കൊണ്ടാണ് വിഷയമായി പോയത്, നീ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില വിലയിരുത്തലുകളാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിലുള്ളവരെയും വീട്ടിലുള്ളവരെയും കൂടുള്ളവരെയും ചില വിലയിരുത്തലുകളെ മാറ്റിയിട്ട്, ചില വിലയിരുത്തലുകൾ അതിനെ മാറ്റി എഴുതി ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളും നമ്മുടെ മേൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. മറ്റുള്ളവർ ഒരു പക്ഷേ പറഞ്ഞേക്കാം, നീ കാരണം അനർത്ഥം വന്നു, നീ കാരണം അത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞേക്കാം. അവരുടെ വാക്കുകൾക്ക് മുകളിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. എബ്ബേസിന്റെ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? കർത്താവേ, ഞാൻ ചെല്ലുന്നിടത്തൊക്കെയും പരാജയമാണ്, ഞാൻ എന്ത് ചെയ്താലും ഒരു പരാജയത്തിലേക്ക് കലാശിക്കുകയാണ്, എൻ്റെ അവസ്ഥകൾ എന്താ ഇങ്ങനെയെന്നൊക്കെ. എൻ്റെ ജീവിതത്തിൽ ഇനി പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു രക്ഷയുടെ മാർഗം, ഒരു രക്ഷ, ഒരു നന്മ, ഒരു നല്ലത് എനിക്ക് കാണാൻ കഴിയുമോ എന്നൊക്കെ നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒരുപക്ഷെ ചെയ്യുന്നവരായിരിക്കാം. എബ്ബേസും ആഗ്രഹിച്ച വിഷയം അതാ. അമ്മ പറഞ്ഞു, നീ വ്യസനപുത്രനാ. വീട്ടിലുള്ള അമ്മ പറഞ്ഞെങ്കിൽ മറ്റുള്ളവരെന്തായിരിക്കും പറയുന്നത്? മറ്റുള്ളവരെന്തായിരിക്കും വിലയിരുത്തുന്നത്? അതിനും അപ്പുറമായി വേദനിപ്പിക്കുന്ന, അതിനും അപ്പുറമായി ഞെരിക്കുന്ന, സ്തോത്രം, ദുഃഖം കൊടുക്കുന്ന വാർത്തകളായിരിക്കാം ഒരുപക്ഷെങ്കിൽ പറയുന്നത്. അതിൻ്റെ നടുവിൽ താൻ ഒരു ആത്മഹത്യക്കല്ല പോയത്, താൻ ഒളിച്ചോടുകയല്ല ചെയ്തത്. താൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. യഹോവയായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചെൻ്റെ അതിരൊന്ന് വിസ്താരമാക്കണം. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? മറ്റുള്ളവർ പറയുന്നു, അയ്യോ ഞാൻ അവസാനിച്ചു പോയി, ഇല്ലായ്മയായി പോയി, ഇനി എനിക്കൊരു മൂവിങ് ഇല്ല എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നെങ്കിൽ, അതിൻ്റെ നടുവിലും സർവശക്തിയുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നെങ്കിൽ അതിനെ വിശാലപ്പെടുത്തുവാൻ, അതിനെ വിസ്താരമാക്കുവാൻ മറ്റു പലരുടെയും അനുമാനങ്ങൾ, മറ്റു പലരുടെയും വിലയിരുത്തലുടെ അപ്പുറമായി ദൈവത്തിൻ്റെ കരം എനിക്കും നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. രണ്ടാമത്തെ പ്രാർത്ഥനയാണ്, അനർത്ഥം വ്യസനത്തിന് കാരണമാകാതിരുന്നാൽ കൊള്ളാമായിരുന്നു. അതേ, അനർത്ഥമൊന്നും വ്യസനത്തിന് കാരണമാകാതിരിക്കട്ടെ. ചിലർ പറഞ്ഞ് സ്തോത്രം വെച്ചിരിക്കുന്ന ചില വിലയിരുത്തലുകൾ, ചില സ്തോത്രം കൈ ചൂണ്ടി നീ കാരണമെന്നൊക്കെ പറഞ്ഞ ചില വിഷയങ്ങൾക്കകത്ത് അപ്പുറമായ ഒരു വിടുതൽ ചലിക്കാൻ ഇന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണം, നീ എൻ്റെ അതിര് വിസ്താരപ്പെടുത്തണം, നീ അനർത്ഥം വ്യസനത്തിന് കാരണമാക്കാതിരിക്കണം എന്ന് പ്രാർത്ഥിച്ച എബ്ബേസിൻ്റെ പ്രാർത്ഥനയുടെ മേൽ യഹോവയായ ദൈവം ഇപ്രകാരമാണ് ലാസ്റ്റ് സെന്റൻസ് പറയുന്നത്, അവൻ അപേക്ഷിച്ചതിനെ ഒക്കെയും അവൻ യഹോവ നൽകി. പ്രിയപ്പെട്ടവരെ, എൻ്റെ കേൾവിക്കാരായ എൻ്റെ പ്രിയപ്പെട്ടവരോട്, അപേക്ഷിക്കുന്നതൊക്കെയും നൽകിത്തരാൻ കരുത്തുള്ള, കഴിവുള്ള, സർവശക്തനായ ദൈവം ഈ സമയത്തും നിങ്ങളുടെ പ്രാർത്ഥനാ റൂമുകൾക്കകത്ത് അവൻ വെളിപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.